ഇന്ന് നമുക്കിടയിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും ഭരണ നേതൃത്വം കാണുന്നില്ല. മകൻ കുടുംബാംഗങ്ങളെ, അമ്മയും മക്കളും, ഭർത്താവ് ഭാര്യയെ, കാമുകി കാമുകനെ, കാമുകൻ കാമുകിയെ വെട്ടിക്കൊല്ലുന്നു. ജോലിയില്ലാത്തത് കൊണ്ട്, കടബാധ്യത കൊണ്ട്, ജോലി ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട്, ഏകാന്തത, ഒറ്റപ്പെടൽ കൊണ്ട്, സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ട്, അമിത സ്നേഹത്തിൽ പെട്ടുപോയത് കൊണ്ട്, ലഹരി ഉപയോഗം കൊണ്ട്, സ്ത്രീധന വിഷയം, പ്രായാധിക്യം, അനാരോഗ്യം, ഇങ്ങനെ പോകുന്നു ഈയിടെ നമ്മൾ കേൾക്കുന്ന മരണങ്ങളും അവയുടെ കാരണങ്ങളും. പ്രശസ്തനായ ഒരു ഡോക്ടറിന്റെ മാനസികാവസ്ഥ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതിൽ വരെ എത്തി നിൽക്കുന്നു നമ്മുടെ കൊച്ചു കേരളം. ഇതൊക്കെ ഇത്രയധികമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യരിൽ നിരാശയോ പെട്ടെന്നുള്ള ഭയമോ ഉണ്ടാകുമെന്ന ചിന്ത സമൂഹം പുലർത്തേണ്ടതുണ്ട്. കുറെ കാലമായി കൊല്ലും കൊലയും ആത്മഹത്യകളും ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് നമുക്ക് ചുറ്റും. അപകടകരമായ ട്രെൻഡാണിത്. ഉറ്റവരിൽ കരുതലും ജാഗ്രതയും വേണം. ഈ പ്രശ്നത്തെ നേരിടുവാൻ മാധ്യമങ്ങളും സമൂഹവും സർക്കാരും മതവും സഭകളും നമ്മൾ ഓരോരുത്തരും അടിയന്തര ശ്രദ്ധ പുലർത്തണം. ഇത് കുട്ടികളുടെ പരീക്ഷാക്കാലമാണ്. വരൾച്ച തുടങ്ങിക്കഴിഞ്ഞു. സാമ്പത്തിക മാന്ദ്യവും ലഹരി അടിമത്വവും കൊണ്ട് കെട്ട കാലമാണിത്. എന്നാൽ അതിജീവനവും ചേർത്തു നിർത്തലും സഹനവും സഹവാസവും നമ്മൾ ശീലിച്ചവരാണ്. പ്രളയവും നിപ്പായും കോവിഡും അതിജീവിച്ചവരാണ് നമ്മൾ. അന്ന് ആർജിച്ചെടുത്ത നല്ല ശീലങ്ങൾ, മാറ്റങ്ങൾ നമുക്ക് വീണ്ടെടുക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് തനിച്ച് താമസിക്കുന്നവരെ, പ്രായമായവരെ, കൗമാരപ്രായക്കാരെ, പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നു എന്നറിഞ്ഞവരെ, അവർക്ക് നമ്മൾ വിളിക്കുന്നത് ഇഷ്ടപ്പെടുമോ എന്നൊന്നും കരുതേണ്ടതില്ല. വിളിച്ച് സംസാരിക്കണം. അവർ തിരിച്ച് എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പരിഭവപ്പെടരുത്. അവരുടെ മാനസികാവസ്ഥ നമുക്കറിയില്ല. ഇടയ്ക്ക് സാധിക്കുമെങ്കിൽ സന്ദർശിക്കാനും കുറച്ചു സമയം അവരോടൊപ്പം ചെലവഴിക്കാനും നമുക്ക് കഴിയണം. മനുഷ്യന് നിലനിൽക്കാൻ സ്നേഹവും കരുതലും പ്രോത്സാഹനവും ആവശ്യമാണ്. നമുക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ അരാജകത്വം കൃത്യമായ ബോധവൽക്കരണത്തോടുകൂടി മാത്രമേ മാറ്റം വരികയുള്ളൂ. അതിന് സർക്കാരും സന്നദ്ധ സംഘടനകളും സഭകളും സമുദായങ്ങളും ഒക്കെ മുന്നിട്ടിറങ്ങണം. എല്ലാം സർക്കാരിന്റെ തോളിൽ ചാർത്താതെ നമുക്കും എന്തൊക്കെ ചെയ്യാമെന്ന ഒരു തോന്നല് ഉണ്ടാകണം. നമ്മൾ ഒരുമിച്ചാൽ ഇതൊക്കെ സമൂഹത്തിൽ നിന്നും പാടെ തുറച്ചു നീക്കാൻ പറ്റും. മദ്യം, മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കാൻ കൊള്ളാം. അങ്ങനെ പ്രസംഗിച്ചത് കൊണ്ട് ഒരാളും നന്നാവില്ല. പകരം നടപടിയാണ് വേണ്ടത്. നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുങ്ങാം.